Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 4, The Jungle Fight. Children, what do you see in this picture? Haven't you heard stories about jungle? കൂട്ടുകാരെ, ചിത്രത്തിൽ എന്താണുള്ളത്? കാടിനെ കുറിച്ചുള്ള കഥകൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? What do you see in a jungle? കാട്ടിൽ എന്തൊക്കെയാണുള്ളത്? Animals, മൃഗങ്ങൾ ഉണ്ടാവുമല്ലേ? Name some animals that we see in a jungle. കാട്ടിൽ കാണുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫന്റ്, ആനയുണ്ടാവും. ലയൺ, സിംഹമുണ്ടാവും. ജിറാഫ്, ബെയർ. ഫോക്സ്, ജിറാഫും കരടിയും കുറുക്കനും ഉണ്ടാവും. ഹോഴ്സ്, കുതിരയുണ്ടാവും. ഡോങ്കി, കഴുതയുണ്ടാവും. ടൈഗർ, കടുവയുണ്ടാവും. പിന്നെയോ ബുൾ, ഡീർ, മാനും കാട്ടുപോത്തും എല്ലാം ഉണ്ടാവും. Look at the picture. Where is the man standing? ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു മനുഷ്യനെ കാണാമല്ലേ? എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്? He is standing in front of the animals. മൃഗങ്ങൾക്ക് മുന്നിലാണല്ലേ നിൽക്കുന്നത്? What is he doing? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? The man is beating the drum. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡ്രം കൊട്ടുകയാണല്ലേ? Who are near him? ആരൊക്കെയാണ് അയാളുടെ ചുറ്റുമുള്ളത്? The animals. Animals are near him. He is announcing something. ഡ്രം കൊട്ടിക്കൊണ്ട് അയാൾ എന്തോ പറയുന്നുണ്ട്. What will be the man's announcement? എന്തായിരിക്കാം അയാൾ അറിയിക്കുന്നത്? Do you want to know what the announcement is? എന്താണ് അറിയിപ്പെന്ന് കൂട്ടുകാർക്ക് അറിയണോ? Dum dum. The drummer was beating the drum. Dum dum is the sound of a drum. ഒരു ഡ്രമ്മിന്റെ ശബ്ദമാണ് dum dum. The drummer was beating the drum. മൃഗങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ഡ്രം കൊട്ടുകയാണ്. Listen. Here is a special announcement for you. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ഏവർക്കുമായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. എന്താണത്? The king wants a pet. രാജാവിന് ഒരു വളർത്തുമൃഗത്തെ ആവശ്യമുണ്ട്. പെറ്റ്, ഓമനിച്ചു വളർത്തുന്ന മൃഗം. The king wants a pet. രാജാവിന് ഒരു വളർത്തുമൃഗത്തെ ആവശ്യമുണ്ട്. Who is ready to come with me to the palace? ആരാണ് എന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്? The drummer asked. ഡ്രമ്മർ ചോദിച്ചു. I am ready, said the elephant. ആന പറഞ്ഞു, ഞാൻ റെഡിയാണ്. No, no, I shall come with you, said the horse. ആന പറഞ്ഞത് കേട്ടപ്പോഴോ കുതിരയും പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വരാം. I am ready, I am ready. All the animals came forward. ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എല്ലാ മൃഗങ്ങളും മുന്നോട്ട് വന്നു. Which animal will the drummer choose? ഡ്രമ്മർ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? How will he select the king's pet? എങ്ങനെയാണ് രാജാവിന് വേണ്ടിയുള്ള പെറ്റിനെ അയാൾ തിരഞ്ഞെടുക്കുക? Look at this picture. Why are the lion and the elephant fighting with each other? Who is stronger, the elephant or the lion? ചിത്രത്തിലേക്ക് നോക്കൂ. ആനയും സിംഹവും എന്തിനാണ് വഴക്ക് കൂടുന്നത്? Who is stronger, the elephant or the lion? ആരാണ് ഇവരിൽ ശക്തനായിട്ടുള്ളത്? ആനയാണോ സിംഹമാണോ?
യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്, ദ ഡ്രമ്മർ സെഡ്. എല്ലാ മൃഗങ്ങളും ഐ ആം റെഡി, ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഡ്രമ്മർ എന്താണ് പറഞ്ഞത്? അങ്ങനെ റെഡി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. എങ്ങനെയാണ്? യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ദ വൺ ഹൂ വിൻസ് വിൽ ബി ദ കിങ്സ് പെറ്റ്. ബട്ട് റിമെമ്പർ, യുവർ ബാക്ക് ഷുഡിൻ ടച്ച് ദ ഗ്രൗണ്ട്, ദ ഡ്രമ്മർ അനൗൺസ്ഡ്. എന്തായിരുന്നു അനൗൺസ്മെന്റ്? നിങ്ങൾക്ക് തമ്മിൽ പൊരുതി ജയിക്കണം. അങ്ങനെ തമ്മിൽ പൊരുതി ജയിക്കുന്നത് ആരാണോ അവരായിരിക്കും കിങ്ങിന്റെ പെറ്റാവുന്നത്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, തമ്മിൽ പൊരുതുമ്പോൾ നിങ്ങളുടെ പുറം നിലത്തു തൊടരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമടിച്ച് നിങ്ങൾ വീഴാൻ പാടില്ല, ഡ്രമ്മർ അറിയിച്ചു. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, ശരി, നമുക്കിനി തുടങ്ങാം. ദ ഡ്രമ്മർ ആസ്ക്ഡ്. ഡ്രമ്മർ ചോദിച്ചു. ദ എലിഫന്റ് ആൻഡ് ദ ലയൺ കെയിം ഫോർവേഡ്. ആരൊക്കെയാണ് മുന്നോട്ട് വന്നത്? എലിഫന്റും ലയണും മുന്നോട്ട് വന്നു. ഐ വിൽ ബി ദ വിന്നർ, ദ എലിഫന്റ് ട്രംപറ്റഡ്. ഞാനായിരിക്കും വിജയി, എലിഫന്റ് ചിഹ്നം വിളിച്ചു. നോ വൺ ക്യാൻ ബീറ്റ് മീ. ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ദ ലയൺ റോർഡ്. സിംഹം അലറി. At once he jumped and hit on the elephant. The elephant fell flat on the ground. സിംഹം അലറിക്കൊണ്ട് ചാടി ആനയെ അടിച്ചു വീഴ്ത്തി. ആനയോ? The elephant fell flat on the ground. സിംഹത്തിന്റെ അടികൊണ്ട ആന നിലത്തു വീണു. Who won the fight? The elephant or the lion? ആരാണ് ഫൈറ്റിൽ ജയിച്ചത്? Yes, the lion. Who will come next? അടുത്തത് ആരായിരിക്കും ലയണിനോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? Look at the picture. Who is now fighting with the lion? ആരാണ് ഇപ്പോൾ സിംഹവുമായി പൊരുതുന്നത്? ചിത്രം നോക്കി പറയൂ. The tiger. Do you think the lion will win? Why? ഇവരിൽ ആരായിരിക്കും ജയിക്കുക? നമുക്ക് നോക്കാം. You may beat the elephant, but you can't beat me. Saying this, the tiger came forward. ആരാണ് മുന്നിലേക്ക് വന്നത്? നീ എലിഫന്റിനെ അടിച്ചു വീഴ്ത്തി, പക്ഷേ നിനക്ക് എന്നെ അടിക്കാൻ സാധിക്കില്ല, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടൈഗർ, കടുവ മുന്നിലേക്ക് വന്നു. The lion looked at the tiger sharply. He jumped at the tiger. ലയൺ ടൈഗറിനെ രൂക്ഷമായെന്ന് നോക്കി. എന്നിട്ടോ he jumped at the tiger. ടൈഗറിന്റെ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. I am the king of the forest. Nobody can beat me. എന്നിട്ട് എന്താണ് പറഞ്ഞത് സിംഹം? കാട്ടിലെ രാജാവാണ് ഞാൻ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. But the tricky tiger slid away. He grabbed the lion's leg. The lion fell down on his back. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? സിംഹം കടുവയുടെ നേരെ ചാടിയപ്പോഴേക്കും കടുവ തന്ത്രപരമായി അവിടുന്ന് തെന്നിമാറി. എന്നിട്ടോ സിംഹത്തിന്റെ കാലിൽ പിടിച്ചു വലിച്ച് സിംഹത്തെ താഴെ മറിച്ചിട്ടു. The lion fell down on his back. Who won the fight? ആരാണ് ഈ ഫൈറ്റിൽ ജയിച്ചത്? Yes, the tiger. Which animal will come next? അടുത്തതിനി ആരായിരിക്കും വരിക? Look at the picture. Which animal is standing on two legs? Yes, the bear. കരടിയാണ്. Can the bear beat the tiger? ടൈഗറിനെ തോൽപ്പിക്കാൻ കരടിക്ക് സാധിക്കുമോ? Why? Who is the next? Asked the tiger. അടുത്തതിനി ആരാണ്? ടൈഗർ ചോദിച്ചു. Me. The bear came forward. ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരടി മുന്നിലേക്ക് വന്നു. ഹാ ഹാ ബ്ലാക്കി, യു. കരടിയുടെ നിറം എന്താണ്? ബ്ലാക്ക്, കറുപ്പാണല്ലേ. ടൈഗർ എന്താണ് വിളിക്കുന്നത്? ഹാ ബ്ലാക്കി, നീയാണോ ഇനി? ഐ വിൽ ഷോ യു വാട്ട് ബ്ലാക്കീസ് ക്യാൻ ഡു. ബ്ലാക്കീസിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. The tiger jumped upon the bear. ടൈഗർ
ബെയറിന്റെ മുകളിലേക്ക് എടുത്തു ചാടി. ദ ബെയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ. അപ്പൊ കരടി എന്താ ചെയ്തത്? ടൈഗറിന്റെ ടെയിൽ, വാലിൽ പിടിച്ചു വലിച്ചു. ദ ടൈഗർ കുഡിന്റ് ഡു എനിത്തിങ്. ടൈഗറിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. മാത്രമല്ല അവന്റെ ബാലൻസ് പോവുകയും ചെയ്തു. ദ ടൈഗർ ഫെൽ അപ്സൈഡ് ഡൗൺ. എന്നിട്ടോ ടൈഗർ കീഴ്മേൽ മറിഞ്ഞു വീണു. ഹൗ ഡിഡ് ദ ബെയർ ബീറ്റ് ദ ടൈഗർ? എങ്ങനെയാണ് കരടി ടൈഗറിനെ തോൽപ്പിച്ചത്? ദ ബെയർ പുൾഡ് ദ ടൈഗേഴ്സ് ടെയിൽ. ഹൂ വിൽ ഫൈറ്റ് വിത്ത് ദ ബെയർ നെക്സ്റ്റ്? ആരാണ് ഇനി കരടിയുമായി ഫൈറ്റിന് വരുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൂ കെയിം ടു ഫൈറ്റ് വിത്ത് ദ ബെയർ? ആരാണ് ഫൈറ്റിനായിട്ട് വന്നത്? യെസ്, ദ ജിറാഫ്. ഹൂ വിൽ വിൻ ദ ഫൈറ്റ്? ആരായിരിക്കും ഫൈറ്റിൽ ജയിക്കുക? നമുക്ക് നോക്കാം. നൗ ഇറ്റ്സ് മൈ ടേൺ ബ്ലാക്കി. ദ ജിറാഫ് കെയിം ഫോർവേഡ്. ഓ യു ബ്രൗണി ജോക്കർ, ലുക്ക് ഡൗൺ ഹിയർ അപ്പോൺ മീ. ഇനി എന്റെ ഊഴമാണ് ബ്ലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് വന്നത്? ജിറാഫ്. ജിറാഫിനെ കണ്ടപ്പോൾ കരടി എന്താ പറഞ്ഞത്? ഓ യു ബ്രൗണി ജോക്കർ. ജിറാഫിന്റെ നിറം എന്താണ്? ബ്രൗൺ, ഒരു തവിട്ടു നിറമാണ്. തവിട്ടു നിറത്തിൽ പുള്ളികൾ ഉള്ളതാണ് ജിറാഫ്. അപ്പോൾ ജിറാഫിനെ എന്താണ് കരടി വിളിച്ചത്? ബ്രൗണി ജോക്കർ. ലുക്ക് ഡൗൺ, താഴേക്ക് നോക്കൂ. ഹിയർ അപ്പോൺ മീ, എന്നെ നോക്കൂ. യുവർ ഹൈറ്റ് വിൽ നോട്ട് മേക്ക് യു വിൻ. നിനക്ക് ഉയരമുണ്ടെന്ന് വെച്ച് ജയിക്കാൻ സാധിക്കില്ല. ദ ബെയർ സെഡ്. കരടി പറഞ്ഞു. ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. ദ ജിറാഫ് സെഡ്. ജിറാഫ് എന്താണ് പറഞ്ഞത്? എനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. വിത്തിൻ നോ ടൈം ദ ജിറാഫ് കിക്ക്ഡ് ദ ബെയർ എവേ. പറഞ്ഞു തീർന്നതും ജിറാഫ് കരടിക്കിട്ട് ഒരൊറ്റ തൊഴി വെച്ചു കൊടുത്തു. ഫൂ! ദ ജിറാഫ് ഗ്രിറ്റഡ് ഇറ്റ്സ് ടീത്ത്. എന്നിട്ടോ ജിറാഫ് പല്ലിറുമ്മി. എന്തുകൊണ്ടായിരിക്കാം? Why did the giraffe grit its teeth? Giraffe wins the fight. ആരാണ് ഫൈറ്റിൽ ജയിച്ചത്? ജിറാഫ് ആണ്. Who lost the fight? തോറ്റതാരാണ്? Bear. Who will come next? അടുത്തതിനി ആരായിരിക്കും? Look at the picture. Who is ready to fight with the giraffe? ആരാണ് ജിറാഫുമായി ഫൈറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്? Yes, the bull. Will the bull beat the giraffe? ബുള്ളിന് ജിറാഫിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? Come, fight with me. The bull shook his head and jumped forward. വരൂ, ഇനി ഞാനുമായി ഏറ്റുമുട്ടാം. ബുൾ തലകുലുക്കിക്കൊണ്ട് ചാടി മുന്നോട്ട് വന്നു. Are you challenging me? The giraffe asked angrily. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ജിറാഫ് ദേഷ്യത്തോടെ ചോദിച്ചു. ഐ ആം ദ ടോളസ്റ്റ്. ഞാനാണ് ഉയരം കൂടിയവൻ. നോ വൺ ക്യാൻ ബീറ്റ് മീ. നിന്നേക്കാൾ ഉയരം കൂടിയവൻ ഞാനാണ്. ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ആരാണ് അങ്ങനെ പറഞ്ഞത്? ദ ജിറാഫ്. ദ ജിറാഫ് സ്റ്റെപ്ഡ് ഫോർവേഡ്. അതും പറഞ്ഞുകൊണ്ട് ജിറാഫ് മുന്നിലേക്ക് വന്നു. തഡ്. The bull butted his horns on the giraffe. The giraffe fell down. He howled with pain. എന്താണ് സംഭവിച്ചത്? ബുള്ള് വന്ന് ബുള്ളിന്റെ കൊമ്പുകൾ കൊണ്ട് ജിറാഫിനിട്ട് ഒറ്റ കുത്ത്. ജിറാഫ് fell down. ജിറാഫ് താഴെ വീണു. He howled with pain. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. How did the bull beat the giraffe? എങ്ങനെയാണ് ബുൾ ജിറാഫിനെ തോൽപ്പിച്ചത്? The bull butted his horns on the giraffe. Will anybody challenge the bull? Look at the picture. Who are fighting with each other? Who do you think is the strongest? ചിത്രത്തിലേക്ക് നോക്കൂ. ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത്? The bull and the horse. കുതിരയും ബുള്ളും തമ്മിലാണ്. Who do you think is the strongest? ഇവരിൽ ആരാണ് കൂടുതൽ ശക്തൻ? Come on, who is the next fighter? The bull bellowed. കടന്നു വരൂ, എന്നോട് ആരാണ് ഇനി ഫൈറ്റ് ചെയ്യാൻ വരുന്നത്?
ബുൾ ബെല്ലോഡ്. ബെല്ലോഡ് ദേഷ്യം കൊണ്ട് അലറി. ഐ ആം ഹിയർ ടു ഫൈറ്റ് വിത്ത് യു. ദ ഹോഴ്സ് നെയ്ഡ്. ഞാനാണ് നിന്നോട് ഇനി ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. ദ ഹോഴ്സ് നീഡ്. കുതിരയുടെ കരച്ചിലിനാണ് നീഡ് എന്ന് പറയുന്നത്. കുതിര ചിനച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ദ ബുൾ ആൻഡ് ദ ഹോഴ്സ് stood face to face. The bull rushed to the horse. The horse stepped aside. Thud. The horse kicked the bull on his belly. Ah! The bull fell down. ബുള്ളും ഹോഴ്സും ഫൈറ്റ് ചെയ്യുന്നതിനായി മുഖാമുഖം നിന്നു. The bull rushed to the horse. ബുൾ ഹോഴ്സിന്റെ അടുത്തേക്ക് പാഞ്ഞു. പെട്ടെന്ന് ഹോഴ്സ് ഒരു വശത്തേക്ക് മാറി. എന്നിട്ട് എന്താ ചെയ്തത്? ഒരൊറ്റ തൊഴി കൊടുത്തു. ബുള്ളിന്റെ വയറിനിട്ട് നോക്കി ഒരൊറ്റ തൊഴി. ആ ദ ബുൾ ഫെൽ ഡൗൺ. ബുള്ള് താഴെ വീണു. Whom will the horse fight next? ഹോഴ്സ് ഇനി ആരുമായാണ് ഫൈറ്റ് ചെയ്യുക? Look at the picture. Why is the horse looking back? എന്തുകൊണ്ടാണ് ഹോഴ്സ് തിരിഞ്ഞു നോക്കുന്നത്? അവിടെ ആരെയും കാണുന്നില്ല അല്ലേ? മൃഗങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ഹുറേ ഹുറേ, ഐ വൺ, ഐ വൺ. നീഡ് ദ ഹോഴ്സ്. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു എന്ന് ഹോഴ്സ് ചിനച്ചു പറഞ്ഞു. നോട്ട് യെറ്റ് മൈ ഡിയർ. ദ ഫോഴ്സ് ജംപ്ഡ് ഇൻടു ദ ഫൈറ്റിംഗ് ഗ്രൗണ്ട്. നീ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ നേരെ ഫൈറ്റിംഗ് ഗ്രൗണ്ടിലേക്ക് വന്നു. ദ ഹോഴ്സ് സ്റ്റേർഡ് അറ്റ് ഹിം. കുതിര അവനെ തുറിച്ചു നോക്കി. They stood face to face, ready to fight. എന്നിട്ടോ അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി മുഖാമുഖം നിന്നു. Hey, look, there is something behind you. The fox said cunningly. കുറുക്കൻ സൂത്രശാലിയാണ്. അവൻ എന്താണ് കുതിരയോട് പറഞ്ഞത്? നോക്കൂ, എന്തോ ഒന്ന് നിന്റെ പുറകിലുണ്ട്. അതു കേട്ടതും കുതിര പിറകിലേക്ക് നോക്കി. At once the horse turned and looked back. കുതിര തിരിഞ്ഞു പുറകിലേക്ക് നോക്കി. Crunch! The fox bit the horse neck. The horse fell down. അപ്പോഴേക്കും കുറുക്കൻ എന്താണ് ചെയ്തത്? കുതിരയുടെ കഴുത്തിൽ കടിച്ചു. The horse fell down. കുതിര താഴെ വീണു. Haha! I am the final winner. Laughed the fox. ഞാനാണ് അവസാന വിജയി. ഞാനാണ് ജയിച്ചിരിക്കുന്നത്. കുറുക്കൻ ചിരിച്ചു. What did the fox say? കുറുക്കൻ എന്താണ് പറഞ്ഞത്? I am the final winner. What was the fox trick? കുറുക്കന്റെ ട്രിക്ക് എന്തായിരുന്നു? കുറുക്കൻ എന്താണ് കുതിരയോട് പറഞ്ഞത്? Look, there is something behind you. നോക്കൂ, നിന്റെ പുറകിൽ എന്തോ ഉണ്ട്. Look at the picture. Who is standing in front of the fox? കുറുക്കന്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നത്? Is he going to fight with the fox? അവൻ കുറുക്കനുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? What are the other animals doing? മറ്റ് ആനിമൽസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? Meow, meow. Will you give me a chance? അടുത്തത് ആരാണ് വന്നത്? Meow, meow. The cat. The cat stepped forward. ക്യാറ്റ് ആണ് മുന്നിലേക്ക് വന്നത്. എന്താണ് ചോദിച്ചത്? Will you give me a chance? നീ എനിക്കൊരു അവസരം തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്യാറ്റ് മുന്നിലേക്ക് വന്നു. യേ ഹഹാ. എവരിബഡി ലാഫ്ഡ് അറ്റ് ദ ക്യാറ്റ്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ചിരി വന്നു. I can throw you up like a feather. The fox threw the cat into the air. എനിക്ക് നിന്നെ ഒരു തൂവൽ പോലെ മുകളിലേക്ക് എറിയാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് കുറുക്കൻ പൂച്ചയെ മുകളിലേക്ക് എറിഞ്ഞു. Why did all the animals laugh at the cat? All the animals think that the cat is not able to fight with the fox. എല്ലാ ആനിമൽസും എന്താണ് ചിന്തിച്ചത്? ഇത്രയും ചെറിയ ക്യാറ്റിന് ഫോക്സിനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. Will the cat be able to fight with the fox? ക്യാറ്റിന് ഫോക്സുമായി ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ? Where is the cat now? Look at the picture. Will he fight with the fox? The cat is up in the air. The cat landed on his paws.
The fox got angry. എന്താണ് സംഭവിച്ചത്? ഫോക്സ് ക്യാറ്റിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. ക്യാറ്റ് എങ്ങനെയാണ് താഴെ വന്നു വീണത്? 4 കാലിൽ ക്യാറ്റ് വന്നു താഴെ വന്നു നിന്നു. അത് കണ്ട ഫോക്സിന് ദേഷ്യം വന്നു. The fox got angry. Here you go up again. വീണ്ടും എന്ത് ചെയ്തു ഫോക്സ്? വീണ്ടും ക്യാറ്റിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. Once again he caught the cat and threw him up. Again the cat landed on his forelegs. പൂച്ചയെ വീണ്ടും കുറുക്കൻ മുകളിലേക്ക് എടുത്തെറിഞ്ഞു. അപ്പോഴും പൂച്ച 4 കാലിൽ തന്നെ വന്ന് താഴെ വന്നു നിന്നു. He laughed at the fox. This made the fox more angry. എന്നിട്ടോ പൂച്ച കുറുക്കനോട് ചിരിച്ചു കാണിച്ചു. അപ്പോൾ അത് കണ്ട കുറുക്കന് വീണ്ടും ദേഷ്യം വന്നു, കൂടുതൽ ദേഷ്യം വന്നു. He threw the cat up several times. ഒരുപാട് തവണ പൂച്ചയെ കുറുക്കൻ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അപ്പോഴെല്ലാം പൂച്ച എങ്ങനെയാണ് വന്നു നിന്നത്? വീഴാതെ അവന്റെ 4 കാലുകൾ കുത്തി നിലത്ത് വന്നു നിന്നു. But the cat always landed on his paws. Why did the fox get angry? The fox got angry because the cat landed safely on his paws. Why did the fox throw the cat up several times? The cat landed on his forelegs. This made the fox more angry. So he threw the cat up several times. What will the fox do now? ഇനി ഫോക്സ് എന്ത് ചെയ്യും? Look at the picture. What is the fox doing? The fox is jumping. Will the fox be the winner? Fox ആയിരിക്കുമോ winner? Can you jump up and land on your legs? The cat challenged the fox. Cat എന്താണ് ഫോക്സിനോട് ചോദിച്ചത്? നിനക്ക് മുകളിലേക്ക് ചാടി താഴെ 4 കാലിൽ വന്ന് നിൽക്കാൻ സാധിക്കുമോ? The cat challenged the fox. Cat ഫോക്സിനെ വെല്ലുവിളിച്ചു. Why not? എന്തുകൊണ്ടില്ല? The fox asked. He jumped into the air. He thought he would land on his feet. എനിക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ മുകളിലേക്ക് ചാടി. കുറുക്കൻ വിചാരിച്ചത് എന്താണ്? തനിക്കും അതുപോലെ കാലുകുത്തി പൂച്ച ചാടിയതുപോലെ വന്ന് വീഴാമെന്നാണ് കുറുക്കനും കരുതിയത്. Third, the fox fell down. പക്ഷെ എന്താണ് സംഭവിച്ചത്? കുറുക്കൻ നേരെ മുകളിലേക്ക് ചാടി താഴേക്ക് വന്ന് വീണു. എങ്ങനെയാണ് വീണത്? കുറുക്കൻ താഴേക്ക് വീണപ്പോൾ അവന്റെ മുതുക് മണ്ണിലേക്ക് ആഞ്ഞു വന്ന് ഇടിച്ചു. ഹുറേ! The cat jumped with joy. അത് കണ്ടതും ക്യാറ്റിന് സന്തോഷമായി. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാറ്റ് തുള്ളിച്ചാടി. ഡും ഡും ഡും. The cat is the winner. The drummer announced. എന്നിട്ടോ ഡ്രമ്മർ എന്താണ് ചെയ്തത്? ഡ്രം കൊട്ടിക്കൊണ്ട് അറിയിച്ചു. The cat is the winner. വിജയി ആരാണ്? The cat. Hearing this, everybody clapped. ഇത് കേട്ടതും മറ്റു മൃഗങ്ങളെല്ലാം കൈയടിച്ചു. Who will go with the drummer to the palace? ആരാണ് ഡ്രമ്മറിന്റെ കൂടെ പാലസിലേക്ക് പോകുന്നത്? The cat will go with the drummer to the palace. Who will become the king's pet? ആരാണ് കിങ്ങിന്റെ പെറ്റാവാൻ പോകുന്നത്? The cat. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.